ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധ വചനത്തിന് മുമ്പേ വരുവാൻ കർത്താവ് നമുക്ക് ഒരവസരം കൂടെ നൽകി തന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ച ആ വിഷയം തന്നെ യെശയ്യാ പ്രവചനം, അതിൻ്റെ 5-ാമത്തെ അധ്യായം, അതിൻ്റെ 3 തൊട്ട് 7-ാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കാം. ഐസയ ചാപ്റ്റർ 5 വേഴ്സസ് 3-7 നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 5-ാമത്തെ അധ്യായം 3 തൊട്ട് 7-ാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കാം. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പീൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാരെ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്തു ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. 7-ാമത്തെ വാക്യം വരെ. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു. അവൻ ന്യായത്തിനായി കാത്തിരുന്നു. ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയല്ലോ, തോട്ടക്കാരൻ വലിയ ആകാംക്ഷയോടെ, വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. നല്ല മുന്തിരി കാണുവാൻ കഴിയും. പക്ഷെ നമ്മൾ കൊടുത്തതോ, ഈ മുന്തിരിത്തോട്ടം കൊടുത്തതോ കാട്ടുമുന്തിരിങ്ങ. നമ്മൾ ആ വിഷയം ധ്യാനിച്ചു കഴിഞ്ഞു. 5-ാമത്തെ വാക്യം തുടങ്ങുന്നത് എങ്ങനെ? ഒന്നുകൂടെ വായിക്കാം. വേഴ്സ് 5. ആകയാൽ വരുവീൻ, ആകയാൽ വരുവീൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്തു ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. വരുവീൻ, ഞാൻ ഇനിയും എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്തുവാ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വന്ന് ഒന്ന് കാണണം. ഈ വചനത്തിൻ്റെ ഗൗരവവും ആഴം മനസ്സിലാക്കുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ തോട്ടത്തിൻ്റെ കാവൽക്കാരൻ തന്നെ, ഈ തോട്ടക്കാരൻ തന്നെ പറയുന്നത്, വന്ന് ഒന്ന് കാണ്, ഞാൻ എൻ്റെ തോട്ടത്തോട് എന്തുവാ ചെയ്യാൻ പോകുന്നത്. ഇത് ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വിഷയത്തിലാണ് ദൈവം സംസാരിക്കുന്നത്. നമ്മളോടും സംസാരിക്കുക. ദൈവത്തിൻ്റെ ഇത്ര നന്മകൾ അനുഭവിച്ചിട്ടും എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നില്ലെങ്കിൽ ദൈവം പകരം വീട്ടും. വരുവീൻ, ഒന്ന് കാണണം, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്തുവാ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ കൃപയെ വ്യർത്ഥമാക്കല്ലേ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ശ്രദ്ധിച്ച ഒരു വിഷയമാണ്. ഇന്ന് നമ്മളായിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയാ. ഇവിടെ ആ 5-ാം വാക്യത്തിൽ മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത്, ഞാൻ എന്തോ ചെയ്യും? ആദ്യമേ എന്തോ ചെയ്യും? ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും. ഞാൻ ഇതിൻ്റെ വേലി പൊളിച്ചു കളയും. അതുമാത്രമല്ല, അതിൻ്റെ താഴെ അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും. ഇനി 2 കാര്യം, വേലി പൊളിച്ചു കളയും, മതിലിനെ ഇടിക്കും. അതിൻ്റെ അർത്ഥം, ഈ മുന്തിരിത്തോട്ടത്തിന് എത്ര സുരക്ഷത്വമുണ്ടെന്ന് 2 ഡിഫൻസ് ഉണ്ട്. അതിനെ കാക്കുവാൻ വെളിയിൽ വേലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് അകത്ത് മതിലുമുണ്ട്. ദൈവം പറയുന്നത്, ഞാൻ ഇതിനെ പൊളിച്ചു കളയും, ഇടിച്ചു കളയും. നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സുരക്ഷത്വം ദൈവം എടുത്ത് കളഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്തുവായി തീരുന്നേ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ജാതികളെ ഒന്ന് നോക്കിക്കേ. അവർ കഴുത്തേലും കയ്യേലും കാലേലും ചരട് കെട്ടിയിട്ടുണ്ട്.
അവരുടെ വീടുകളിൽ അവരെന്തൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. അവരെത്ര ഭയത്തിലാ ഓരോ ദിവസവും മുന്നോട്ട് കടന്നു പോകുന്നത്. പേടിയാ, ഭീതിയാ. പക്ഷെ അതേസമയത്ത് നമ്മളും ഈ ഭൂമിയിലില്ലയോ താമസിക്കുന്നത്. സാത്താൻ ഇവിടെ വാണുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ സുരക്ഷത്വം, അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ദൈവം ഈ സുരക്ഷത്വം എടുത്ത് മാറ്റിയാൽ, ഇവിടെ പറയുന്നത് ആ 5-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം, മതിൽ ഇടിച്ചു കളഞ്ഞാൽ, ഞാനതിന്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. അത് ചവിട്ടി മെതിച്ചു പോകും. ഈ മുന്തിരിത്തോട്ടം പറയുമ്പോൾ യഹൂദാഗ്രഹം, ഇസ്രായേലും ഉണ്ട്, നമ്മളുമുണ്ട്. ഇത് ചവിട്ടി മെതിച്ച് പോകുന്ന, എൻ്റെ ജീവിതത്തെ ദൈവം ചവിട്ടി മെതിക്കുവാൻ അനുവദിക്കുമോ? ഞാൻ ഒന്നുകൂടെ ചോദിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാ, ദൈവം ഇനി അനുഗ്രഹം തരും, സാത്താൻ കാണത്തുപോലും ഇല്ല, തൊടത്തുപോലും ഇല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. പക്ഷെ നമ്മുടെ മുമ്പേ ഉള്ള വചനം പറയുന്നത് വേലി പൊളിച്ചു കളയും, മതിൽ ഇടിച്ചു കളയും, ചവിട്ടി മെതിക്കുന്നേ. ആര്? സാത്താനോ? അതോ നമ്മളെ നട്ട നമ്മുടെ കർത്താവ്, ആ നല്ല മുന്തിരി തോട്ടക്കാരന് തന്നെയാണോ? ചവിട്ടി മെതിച്ചു കളയുന്നേ ആ വാക്ക്. ഇതിൻ്റെ കൂടെ നമുക്ക് വായിക്കാം ലൂക്കോസ് 21:24. ലൂക്ക് 21:24. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. ലൂക്ക് 21:24. അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. ഇവിടെ എഴുതിയേക്കുന്നേ ജാതികൾ യെരൂശലേമിനെ ചവിട്ടിക്കളയുന്നേ. ആ ചവിട്ടിക്കളയുന്ന ആ വാക്കിനു വേണ്ടിയാണ് ഞാൻ ആ വാക്യം എടുത്തത്. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം തൻ്റെ ജനത്തിനു മുന്നറിയിപ്പ് തരിക. നിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്നില്ലെങ്കിൽ, നല്ല ഫലം കഴിച്ചില്ലെങ്കിൽ, നിന്നെ ചവിട്ടി മെതിക്കുന്ന ദിവസം അടുത്തു. ദൈവാത്മാവ് നമ്മളോടും സംസാരിക്കുക. പാട്ടും പ്രാർത്ഥന കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നു ചിന്തിക്കല്ലേ. നല്ല പ്രാർത്ഥനയാ, ഭയങ്കര ആരാധനയാ. പക്ഷെ എൻ്റെ സ്വഭാവമോ? എൻ്റെ സ്വഭാവത്തിൽ ക്രിസ്തുവിനെ ജനത്തിന് കാണാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ ചവിട്ടി മെതിക്കുന്ന ദിവസം നമ്മളിൽ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം നമ്മുടെ ചിന്ത, കൃപയുടെ കാലമില്ലയോ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചാലോ എന്ന് ക്ഷമ ചോദിച്ചാൽ മതി. അങ്ങനെ ദൈവം നമ്മളെ ക്ഷമിച്ചുകൊണ്ടിരുന്നാൽ ഇസ്രായേലിനോട് ക്ഷമ ചോദിക്കേണ്ടി വരത്തില്ലയോ? അവർക്ക് പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്യുക. ഇത് യെശയ്യാ 5 ഇനി വരാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ചാ യെശയ്യാവിൽ. ലൂക്കോസിൽ വായിച്ചത് കർത്താവായ യേശു ഈ ലോകത്തിൽ നിന്ന് എടുത്തപ്പെട്ട് കഴിഞ്ഞിട്ട് AD 70 യെരൂശലേമിന് സംഭവിച്ചത് എന്താ? ജാതികൾ വന്ന് ചവിട്ടി മെതിച്ചുന്നേ. AD 70 അവർ യെരൂശലേമിൽ നിന്ന് പോയതാ. 1948 അവർ മടങ്ങി വന്നത്. ജാതികൾ ചവിട്ടി മെതിച്ചു. ഇസ്രായേൽ നമ്മുടെ മുമ്പേ ഒരു നിഴലായി നിൽക്കുന്നു. എൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ആ വ്യത്യാസം കാണുന്നില്ലെങ്കിൽ പകരം വീട്ടുന്ന ദിവസം അടുത്തുനിന്ന് വായിച്ചേ. അതിൻ്റെ 6-ാമത്തെ വാക്യം എന്തുവാ പറയുന്നത്? യെശയ്യാ 5:6, ഐസയ 5:6, 5:6. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും.
ആഹാ. പറക്കാരയും മുള്ളും അതിൽ മുളയ്ക്കും. ആ അതിൽ മഴ പെയ്യക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. ഇതൊന്ന് ധ്യാനിച്ചേ. ദൈവം തൻ്റെ കൃപ എൻ്റെ മേളിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ നിർബന്ധം എന്താ? എടുത്തു കളയത്തില്ലെന്നേ. നമുക്ക് വേണ്ടി ഇത്രയും വില കൊടുത്തത് നമ്മൾ മുഖാന്തരം ലോകം ക്രിസ്തുവിൻ്റെ സ്വഭാവം കാണാൻ വേണ്ടിയല്ലയോ? ദൈവത്തിൻ്റെ ആ കരുണ ദൈവം മാറ്റിയാൽ, കൃപയും കരുണയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ. കരുണ പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടാത്ത പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നീതി അതിനെ ഒന്ന് നോക്കിയാൽ മതി, ദൈവത്തിൻ്റെ ന്യായവിധി നമ്മുടെ പുറത്ത് വീഴും. കരുണ എന്തുവാ? കർത്താവേ, ഞാൻ ചെയ്ത ആ പ്രവൃത്തിയെ നീ നോക്കല്ലേ, നീ എൻ്റെ പുറത്ത് കരുണ കാണിക്കണമെന്നാ ഒരു ഭക്തൻ്റെ പ്രാർത്ഥന. കാരണം ദൈവം നമ്മൾ ചെയ്യേണ്ടാത്ത പ്രവൃത്തി ചെയ്താൽ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വീണാൽ ന്യായവിധി ഉണ്ടെന്നേ. സോ ദൈവം നമ്മുടെ പുറത്ത് കരുണ കാണിക്കണമെന്ന് നിർബന്ധം എന്താ? എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുന്നുണ്ടോ? ഇവിടെ താഴെ ഇനി 8ാമത്തെ വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ പട്ടി ഓലിയിടുന്നത്, ആ ശബ്ദം നമ്മൾ കേട്ടല്ലോ. ഇന്ന് നമുക്ക് ആ 6 ശാപങ്ങളെക്കുറിച്ച്, നമുക്ക് ശാപം പറഞ്ഞ ദൈവത്തിൻ്റെ കോപം വീഴുന്നതിൻ്റെ കാരണം എന്താന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 8ാമത്തെ വാക്യം, വേഴ്സ് 8. എന്നാൽ ഇതാ അന്യായം നീതിക്കായി നോക്കിയിരുന്നു, എന്നാൽ ഇതാ ഭീതി തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഞാൻ കേൾക്കെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തത്, വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും നിശ്ചയം. 10 കാണി മുന്തിരിത്തോട്ടത്തിൽ നിന്ന് 1 ബത്തും 1 ഹോമർ വിത്തിൽ നിന്ന് 1 ഏഫായും മാത്രം കിട്ടും. പക്ഷേ നമ്മൾ 8 തൊട്ട് 10 വായിക്കുമ്പോൾ ആദ്യത്തെ അയ്യോ കഷ്ടമാ. ആ ഊലിയിടുന്ന ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താ? വീടോട് വീട്, വായിച്ചേ അതിൻ്റെ 8ാമത്തെ വാക്യം. വീടോട് വീട് ചേർക്കുകയും വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അയ്യോ കഷ്ടം. അതിൻ്റെ അർത്ഥം എന്താ? ഇത് എങ്ങനത്തെ മനുഷ്യരെ കുറിച്ചാ ഇവിടെ ദൈവാത്മാവ് തൻ്റെ പ്രവാചകൻ മുഖാന്തരം നമ്മളോട് സംസാരിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രമാണം ദൈവം തൻ്റെ ജനം ഇസ്രായേലിന് എഴുതി കൊടുത്തു. ആ പ്രമാണത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ നീതി നമുക്ക് കാണാൻ കഴിയും. വായിച്ചാട്ടെ, ലേവ്യറിൻ്റെ പുസ്തകം 25ാമത്തെ അധ്യായത്തിൻ്റെ 23 24. ലെവിറ്റിക്കസ് ചാപ്റ്റർ 25 വേഴ്സ് 23 and 24. ലേവ്യർ 25ന്റെ 23 24. നിലം ജന്മം വിൽക്കരുത്, ദേശം എനിക്കുള്ളത് ആകുന്നു. നിങ്ങൾ എൻ്റെ അടുക്കൽ പരദേശികളും വന്നു പാർക്കുന്നവരും അത്രേ. നിങ്ങളുടെ അവകാശമായ ദേശത്തൊക്കെയും നിലത്തിന് വീണ്ടെടുപ്പ് സമ്മതിക്കണം. ഒന്നുകൂടെ വായിച്ചേ. നിലം ജന്മം വിൽക്കരുത്. നിലം ജന്മം വിൽക്കരുത്. ദേശം എനിക്കുള്ളതാകുന്നു. നിങ്ങൾ എൻ്റെ അടുക്കൽ പരദേശികളും വന്നു പാർക്കുന്നവരും അത്രേ. നിങ്ങളുടെ അവകാശമായ ദേശത്തൊക്കെയും നിലത്തിന് വീണ്ടെടുപ്പ് സമ്മതിക്കണം. ഇവിടെ നമ്മൾ വീടോട് വീട് ചേർക്കുകയും നിലത്തിന്റെ അടുത്ത നിലമൂടെ ചേർക്കുക. അതിൻ്റെ അർത്ഥം ദൈവം ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുവന്നപ്പം ദൈവത്തിൻ്റെ പ്രമാണമാ, ഇസ്രായേൽ ഗൃഹത്തിൻ്റെ ഓരോ കുടുംബങ്ങൾക്കും അവരുടേതായ സ്ഥലം ഉണ്ടായിരിക്കണം. നമുക്കറിയാമല്ലോ, യോശുവയുടെ നേതൃത്വത്തിൽ അവർ കനാനിൽ വന്നപ്പം ചീട്ടിട്ട് ഓരോ ഗോത്രങ്ങൾക്ക് സ്ഥലം, അവരവരുടെ സംഖ്യ കണക്കെടുത്ത് ദൈവം സ്ഥലം വീതിച്ചു കൊടുത്തു. ആ സ്ഥലം വീതിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി എന്താ? ഓരോ ഗ്രഹത്തിന്
ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ ഓരോ കുടുംബത്തിന് സ്വന്തമായി തന്നെ അവരുടെ സ്ഥലം ഉണ്ടായിരിക്കണം. പക്ഷെ ഓർക്കണം, നിലം ജന്മം വിൽക്കാൻ പാടില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇത്രയും സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ഈ നിലം, ഈ ഭൂമിയുടെ ഉടമസ്ഥൻ ദൈവമാ. വീതിയിൽ അവർക്ക് അത്ര ഭാഗം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവർ ഇതിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രം, പരദേശികൾ മാത്രം. അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ആൾക്കാർ വന്ന് താമസിക്കുന്നത്, നമ്മൾ വീട് വാടകയ്ക്ക് കൊടുക്കുമല്ലോ. അതുപോലെ തന്നെ ഇസ്രായേൽ ഗ്രഹമേ, ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നേക്കുക. സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ നിങ്ങളല്ല, ഉടമസ്ഥൻ ഞാൻ, അല്ലെങ്കിൽ ദൈവം തന്നെ. ഒരു ഗ്രഹത്തിന് അത്യാവശ്യം വന്നു, സ്ഥലം വിൽക്കേണ്ടി വന്നാലും എന്നേക്കും വിൽക്കത്തില്ല. ജൂബിലിയുടെ വർഷം വരുമ്പോൾ വിറ്റ സ്ഥലം അവർക്ക് മടങ്ങി കിട്ടണം. അതാ ദൈവത്തിൻ്റെ പ്രമാണം. ഇതിന് ഞാൻ ചില വാക്യങ്ങൾ പറയാം, നിങ്ങൾക്ക് എഴുതിയിട്ട് പിന്നെ അത് വായിച്ചാൽ മതി. സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പേ പറയുക. ലേവ്യർ 25 അധ്യായം മുഴുവനും വായിക്കണം. സംഖ്യാപുസ്തകം 27 1 മുതൽ 11 വരെ, 36 അധ്യായം 1 മുതൽ 12 വരെ, റൂത്തിന്റെ പുസ്തകം 4 അധ്യായം 1 മുതൽ 4 വരെ. ഞാൻ ഒന്നുകൂടെ പറയാം. ലേവ്യർ പുസ്തകം അതിൻ്റെ 25 അധ്യായം മുഴുവനും, സംഖ്യാപുസ്തകം 27 1 മുതൽ 11, 36 അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയും, പിന്നെ റൂത്ത് 4 1 മുതൽ 4. ഈ ഭാഗങ്ങളിൽ ഈ ഭൂമിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ന്യായം നമുക്കവിടെ ശ്രദ്ധിക്കാൻ കഴിയും. സോ ദൈവം ഇവിടെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരിക്കുന്നത്, ഭൂമിയുടെ ഉടമസ്ഥൻ ദൈവം തന്നെ. ഓരോ ഗ്രഹങ്ങൾക്ക് അവരുടെ തന്നെ സ്ഥലം ഉണ്ടായിരിക്കണം. പക്ഷേ യെശയ്യാ പ്രവാചകന്റെ സമയം വന്നപ്പം ഇസ്രായേലും യഹൂദയിലുള്ള സ്ഥിതി എന്താ? വായിച്ചാട്ട് മീക 2 അധ്യായം അതിൻ്റെ 2 വാക്യം. മീക ചാപ്റ്റർ 2 വേഴ്സ് 2. മീക പ്രവചനം 2 അധ്യായം അതിൻ്റെ 2 വാക്യം നമുക്ക് വായിക്കാം. അവർ വയലുകളെ മോഹിച്ച് പിടിച്ച് പറിക്കുന്നു, അവർ വീടുകളെ മോഹിച്ച് കൈക്കലാക്കുന്നു. അങ്ങനെ അവർ പുരുഷനെയും അവന്റെ ഭവനത്തെയും മനുഷ്യനെയും അവന്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു. 9 വാക്യം, വേഴ്സ് 9. നിങ്ങൾ എൻ്റെ ജനത്തിന്റെ സ്ത്രീകളെ അവരുടെ സുഖകരമായ വീടുകളിൽ നിന്ന് ഇറക്കിക്കളയുന്നു. അവരുടെ പൈതങ്ങളോട് നിങ്ങൾ എൻ്റെ മഹത്വം സദാകാലത്തേക്കും അപഹരിച്ചു കളയുന്നു. ആമോസ് 2:6 തൊട്ട് 8 വരെ. ആമോസ് ചാപ്റ്റർ 2 വേഴ്സ് 6 to 8. ആമോസ് 2 അധ്യായം 6 തൊട്ട് 8 വരെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ 3-4 അതിക്രമം നിമിത്തം അവർ നീതിമാനെ പണത്തിനും ദരിദ്രന് ഒരു കൂട്ട് ചെരുപ്പിനും വിറ്റുകളഞ്ഞിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കി കളകയില്ല. അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാണുവാൻ കാക്ഷിക്കുകയും സാധുക്കളുടെ വഴി മറിച്ചു കളയുകയും ചെയ്യുന്നു. എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം ഒരു പുരുഷനും അവൻ്റെ അപ്പനും ഒരേ യുവതിയുടെ അടുക്കൽ ചെല്ലുന്നു. സോ ഇവിടെ നമ്മൾ ഈ വാക്യങ്ങൾ വായിച്ചപ്പം യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ദൈവാത്മാവ് പറയുന്ന വിഷയം എന്താ? ഞാൻ ഓരോ കുടുംബങ്ങൾക്ക് അവരവരുടെ ഭാഗം കൊടുത്തപ്പം ഇതിൽ ധനവാന്മാരായവർ ചെയ്തതെന്താ? പാവപ്പെട്ടവരുടെ സ്ഥലം, ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ആ സ്ഥലം അവർ പൈസ കൊടുത്ത് അനീതി കാണിച്ച് അത് വശീകരിക്കുക. മറ്റവരുടെ സ്ഥലം അനീതി പ്രവർത്തിച്ച് അതിനെ അങ്ങ് വശീകരിക്കുക. ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. അവർ കൈവശമാക്കുക പാവപ്പെട്ടവരുടെ സ്ഥലം. ദൈവത്തിൻ്റെ പ്രമാണം എന്താ? ദൈവത്തിൻ്റെ സ്വഭാവം എന്തുവാ? നീ കാണിക്കുന്നത് നിനക്കുണ്ടല്ലോ,
നിനക്ക് നിൻ്റെതായി ഭാഗം ദൈവം തന്നിട്ടുള്ളപ്പം നീ എന്താ മറ്റവരുടെ ഭാഗവും തട്ടിയെടുക്കുവാൻ, കൈവശമാക്കാൻ ബന്ധപ്പെടുന്നത്? അതിൻ്റെ അർത്ഥം, അകത്തെ സ്വഭാവം എന്താ? വായിച്ചേ, സഭാപ്രസംഗി 5:10. എക്ലീസിയാസ്റ്റിക്സ് ചാപ്റ്റർ 5 വേഴ്സ് 10. സഭാപ്രസംഗി 5-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല, അതും മായയത്രേ. അതിൻ്റെ അർത്ഥം, എത്ര കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല, ഇല്ലേ? നമ്മളെ തന്നെ ശോധന ചെയ്തേ. ദൈവം വേണ്ടിയതിൻ്റെ അപ്പുറം തന്നിട്ടും എന്താ തൃപ്തി വരാത്തത്? ഇനിയും വേണോ? എത്ര സമ്പാദിക്കൂന്നേ? സമ്പാദിച്ചിട്ട് വയർ നിറഞ്ഞില്ലയോ? ഏതിൻ്റെ പുറയിലാ ഓടുന്നത്? ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ അകത്ത് കിടക്കുന്ന അത്യാഗ്രഹം ദൈവത്തിൻ്റെ ആത്മാവ് ശ്രദ്ധിക്കുന്നുണ്ട്. എത്ര കിട്ടിയിട്ടും തൃപ്തി ഇല്ല. അടുത്ത വാക്യം ഡ്യൂട്രോണമി 28:38. ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം. ഡ്യൂട്രോണമി 28:38. ആവർത്തന പുസ്തകം 28:38. നീ വളരെ വിത്ത് നിലത്തിലേക്ക് കൊണ്ടുപോകും, എന്നാൽ വെട്ടുക്കിളി തിന്നുകളക കൊണ്ട് കുറെ മാത്രം കൊയ്യും. സോ ഇവിടെ ആ വാക്യം പറയുന്നത്, അത്യാഗ്രഹം അകത്തുള്ളതുകൊണ്ട് എത്ര കിട്ടിയാലും വയർ നിറയുന്നില്ല. ഞാനൊരു ദൈവ പൈതല. ഞാൻ എൻ്റെ നടപ്പ്, എൻ്റെ ചിന്ത ദൈവം ശ്രദ്ധിക്കുന്നില്ലയോ? അയ്യോ കഷ്ടം. യെശയ്യാവ് ആദ്യമേ പറയുന്നത് ആരെക്കുറിച്ചാ? ഈ അത്യാഗ്രഹികളെ കുറിച്ച്. ഇസ്രായേലിൻ്റെ ജനം, യഹൂദ ജനം. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സ്ഥലം തന്നിരിക്കുമ്പോൾ ഈ അത്യാഗ്രഹം കാരണം ഇല്ല പാവപ്പെട്ടോണ്ട് സ്ഥലം കൈവശമാക്കുന്നത്. ആഹാബ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിന്റെ പുറകെ പോയത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇന്ന് എത്ര അനീതി മനുഷ്യൻ ചെയ്യുന്നുണ്ട്. ദൈവാത്മാവ് എന്നെ നോക്കുമ്പോൾ അകത്ത് അത്യാഗ്രഹമുണ്ടോ? അയ്യോ കഷ്ടം. അടുത്തത് യെശയ്യാവ് 5:11 വാക്യം വായിക്കാം. ഐസിയ 5:11. രണ്ടാമത്തെ അയ്യോ കഷ്ടം. 5:11. അതികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. അയ്യോ കഷ്ടം. അതിന്റെ താഴെ, അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞും ഉണ്ട്, എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല, അവന്റെ കൈവേലയെ വിചാരിക്കുന്നതുമില്ല. അതിന്റെ താഴെ, അങ്ങനെ എന്റെ ജനം അറിവില്ലായികയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു, അവരുടെ മാന്യന്മാർ പട്ടിണി കിടക്കുന്നു, അവരുടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടു പോകുന്നു. അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്നു വിസ്താരമായി വായ് പിളർന്നിരിക്കുന്നു. അവരുടെ മഹിമയും ആരവവും ഘോഷവും അവയിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ മനുഷ്യൻ കുനിയുകയും പുരുഷൻ വണങ്ങുകയും നിഗളുകളുടെ കണ്ണ് താഴുകയും ചെയ്യും. എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ന്യായവിധിയിൽ ഉന്നതനായിരിക്കുകയും പരിശുദ്ധ ദൈവം നീതിയിൽ തന്നെത്താൻ പരിശുദ്ധനായി കാണിക്കുകയും ചെയ്യും. അപ്പോൾ കുഞ്ഞാടുകൾ മേച്ചിൽ പുറത്തെന്ന പോലെ മേയും. പുഷ്ടിയുള്ളവരുടെ ശൂന്യപ്രദേശങ്ങളെ സഞ്ചാരികൾ അനുഭവിക്കും. 11-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. വേഴ്സ് 11. അതികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. ഇതാരെ കുറിച്ചാ? അതികാലത്ത് എഴുന്നേറ്റ് മദ്യം തപ്പി പോകുന്നവർ പറഞ്ഞാൽ സ്വന്തം ആഗ്രഹങ്ങളുടെ നേട്ടത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടി
അധ്വാനിക്കുന്നവർ. ഞാൻ വിശ്വാസിയ, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ. ജലസ്നാനം ഞാൻ സ്വീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ മരിച്ചു. ഇന്ന് എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളേതാ? എൻ്റെ ജീവിതത്തിൽ എന്നെ നിയന്ത്രിക്കുന്ന വിഷയങ്ങളേതാ? നമ്മുടെ 2 ശത്രുക്കളുണ്ട്. എല്ലാ വിശ്വാസികൾക്കും 2 ശത്രുക്കളുണ്ട്. ആദ്യത്തെ ഈ ലോകം നമ്മളെ ആകർഷിക്കുക. 2 നമ്മുടെ അകത്തുള്ള ജഡം. വെളിയിൽ ലോകം, അകത്ത് ജഡം. ഇതാ 2 നമ്മുടെ ശത്രുക്കൾ. ഒന്ന് നമ്മളെ ആകർഷിക്കുക, മറ്റേത് അകത്ത് മോഹങ്ങളെ ജനിപ്പിക്കുക. എങ്ങനെയെങ്കിലും എന്നെ ജഡിയനാക്കണം, എൻ്റെ പ്രത്യാശ ഞാൻ നഷ്ടപ്പെടുത്തണം. ലോക മനുഷ്യർ ഓടുന്ന പോലെ ഞാനും ഓടണം. ഇനി ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിനു വേണ്ടിയല്ല, ഇനിയും തൊട്ട് ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി. നമ്മൾ അതിലൊന്നാണോ? ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് അധ്വാനിക്കുന്നുണ്ട്. വീഞ്ഞിനു വേണ്ടി, മദ്യത്തിനു വേണ്ടി. ആ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 12ാമത്തെ വാക്യം വായിച്ചേ. അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞും ഉണ്ട്. എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല, അവന്റെ കൈവേലയെ വിചാരിക്കുന്നതുമില്ല. ഈ സ്വന്തം മോഹങ്ങളുടെ പുറകെ ഓടുന്ന ഒരു വ്യക്തിയുടെ ചിന്ത എന്താ? അവരുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാന്ന് അവർക്ക് കണക്കെടുക്കാൻ കഴിയുന്നില്ല. അവർ പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിച്ചു, എൻ്റെ മോഹം നടന്ന് എനിക്ക് കിട്ടി. ഇത് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അവർക്കത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി അയ്യോ കഷ്ടം. വായിച്ചേ വാക്യം യെരമ്യാവ് 8:7. ജെറമായ ചാപ്റ്റർ 8 വേഴ്സ് 7. യെരമ്യാവ് 8:7. ആകാശത്തിലെ പെരിഞ്ഞാറ തന്റെ കാലം അറിയുന്നു, കൂർപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്നു. എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. എൻ്റെ ജനമോ ദൈവത്തിൻ്റെ ന്യായത്തെ അറിയുന്നില്ല. മോഹങ്ങൾ മൂടിക്കിടക്കുക. ദൈവത്തിൻ്റെ ന്യായവിധി വീഴുന്നോ അതും അവർക്ക് മനസ്സിലാകുന്നില്ല. അയ്യോ കഷ്ടം. ഹോശേയ 4:6. ഹോശേയ ചാപ്റ്റർ 4 വേഴ്സ് 6. ഹോശേയ 4:6. പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനമില്ലാകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടി ഓടുന്നവന്റെ സ്ഥിതി വായിച്ചേ. യെശയ്യാവ് 5:14 വാക്യം. ഐസയ 5:14. പരിജ്ഞാനമില്ലാത്തോണ്ട് എൻ്റെ ജനം നശിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്നു, വിസ്താരമായി വായ് പിളർന്നിരിക്കുന്നു. പാതാളം വിസ്താരമായി വാ പിളർന്നിരിക്കുന്നു. അവരുടെ മഹിമയും ആരവവും ഘോഷവും അവയിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അതിന്റെ അർത്ഥം പാതാളം വാ തുറന്നു വെച്ചേക്കുക. അതിന്റെ അർത്ഥം കഥ അവസാനിച്ചു. ഇനിയും രക്ഷയ്ക്കായി വേറെ ഒരു മാർഗമില്ല. സത്യം അറിഞ്ഞിട്ടും സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് വേണ്ടി പാതാളം അതിൻ്റെ വാ തുറന്നിരിക്കുന്നു. അതുകൊണ്ടാണ് എഴുതിയേക്കുന്നേ, അയ്യോ കഷ്ടം. ഞാൻ ആ കൂട്ടത്തിലുണ്ടോ?
മൂന്നാമത്തത് നമുക്ക് വായിക്കാം 18-ാമത്തെ വാക്യം. യെശയ്യ 5:18. ഐസയ 5:18. വ്യാജഭാഷ്യം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറുകൊണ്ട് എന്ന പോലെ പാപത്തെയും വലിക്കുകയും അവൻ ബന്ധപ്പെട്ട് തന്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ. കാണാമല്ലോ, ഇസ്രായേലിൻ പരിശുദ്ധന്റെ ആലോചന അടുത്തു വരട്ടെ, നമുക്ക് അറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഒന്നുകൂടെ ആ 18 വായിച്ചേ. വ്യാജഭാഷം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറുകൊണ്ട് എന്ന പോലെ പാപത്തെയും വലിക്കുകയും വലിക്കുകയും ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ചേ, ഈ വാക്യത്തിന്റെ അർത്ഥം എന്താ? ഈ മൂന്നാമത്തെ കൂട്ടർ ഏതാ? പാപത്തെ ബന്ധപ്പെട്ട് വലിക്കുക. നീ എന്താ ഇത്രയും ബന്ധപ്പെട്ട്? ഇംഗ്ലീഷിലാണെങ്കിൽ that draw iniquity with cords of vanity. മലയാളത്തിൽ വണ്ടിക്കയറ് കൊണ്ട് എന്ന പോലെ, വണ്ടിക്കയറ് കൊണ്ട് എന്ന പോലെ പാപത്തെയും വലിക്കുകയും. പാപത്തെ വലിക്കുക. കണ്ടോ? പാപത്തെ വലിക്കുക. എന്താ ഇത്ര ബന്ധപ്പെടുന്നത്? അത് കുറച്ച് സുഖം തരുന്നേ. അതിൻ്റെ പുറേ അധ്വാനിക്കായി, സുഖത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർ, അവർക്ക് വേണ്ടി അയ്യോ കഷ്ടം. പാപം താൽക്കാലികമായി നമുക്ക് സുഖം തരും. അതുകൊണ്ടില്ലയോ മനുഷ്യൻ അതിൽ വീഴുന്നത്. പക്ഷെ നിത്യനാശമില്ലയോ നമ്മുടെ മുമ്പേ കിടക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എത്ര സ്പഷ്ടമായിട്ടാ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്നു. അതിൻ്റെ 20-ാമത്തെ വാക്യം, വേഴ്സ് 20. തിന്മയ്ക്ക് നന്മ എന്നും നന്മയ്ക്ക് തിന്മ എന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അടുത്തത് അയ്യോ കഷ്ടം ആർക്ക്? ഇരുട്ടിനെ വെളിച്ചമായി പറയുക, വെളിച്ചത്തിനെ ഇരുട്ടായി. ഇന്നത്തെ കാലഘട്ടം നമുക്ക് ഒന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് വ്യാജത്തെയാ സത്യമായി സ്വീകരിക്കുന്നത്. ഇരുട്ടിനെ പകലാ പറയുന്നത്. ദൈവത്തിൻ്റെ വചനം അറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ ജനം സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ അവർക്ക് ശരിയായി തോന്നുന്നത് അത് ശരിയെന്ന് അവർ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നേ. ഞാൻ ഇവിടെ എഴുതിയേക്കുന്ന പോലെ ഞാൻ ദുഷ്ടതയെ വായിച്ചേ. ആ 20-ാമത്തെ വാക്യം ഒന്നൂടെ. തിന്മയ്ക്ക് നന്മ എന്നും. തിന്മയ്ക്ക് ഞാൻ നന്മയാണോ പറയുന്നത്? ഇന്ന് മനുഷ്യന്റെ ചിന്ത, ഇന്ന് തിന്മ മനുഷ്യന് നന്മയായി തോന്നുക. അടുത്തത് നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നത്തെ മനുഷ്യന്റെ നിലവാരം, മനുഷ്യന്റെ ചിന്ത. അടുത്തത് 21-ാമത്തെ വാക്യം. തങ്ങൾക്കു തന്നെ ജ്ഞാനികളായും തങ്ങൾക്കു തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. സ്വന്തം ദൃഷ്ടിയിൽ ഞാൻ ചിന്തിക്കുന്നത് എനിക്കെല്ലാം അറിയാം, ഞാൻ ജ്ഞാനിയാ, എനിക്കാരും പഠിപ്പിച്ചു തരണ്ട, എനിക്കെല്ലാം അറിയാം. ഇങ്ങനത്തെ മനസ്സുള്ളവർക്കും ദൈവത്തിൻ്റെ വചനം പറയുന്നത് അയ്യോ കഷ്ടം. എനിക്കെല്ലാം അറിയാമോ? എൻ്റെ ചിന്ത എന്താ? ഞാൻ മറ്റവരോട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ എൻ്റെ നിലവാരം എന്താ? ഞാൻ എന്തുവാ ചിന്തിക്കുന്നത്? ഞാൻ മറ്റവരെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മനസ്സിലുള്ള ഓരോ ചിന്തകളെ ശോധന ചെയ്താൽ നമ്മളോട് സംസാരിക്കുന്നത്. ഒടുവിലത്തെ വായിച്ചേ 22-ാമത്തെ വാക്യം. വീഞ്ഞു കുടിപ്പാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ
ശൂരന്മാരും ആയുള്ളവർക്കും 23 വാക്യം സമ്മാനം നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. ഇത് ഏത് കൂട്ടരാ? സ്വന്തം മോഹങ്ങൾക്കു വേണ്ടി അധ്വാനിച്ച് മറ്റവരുടെ മുമ്പേ പുകഴ്ത്തുന്നവര്. അവരുടെ വിഷയമാ സ്വന്തം മോഹങ്ങളെ എങ്ങനെയെങ്കിലും സാധിച്ചു കിട്ടുവാൻ അധ്വാനിക്കുന്നവർ. മറ്റവരുടെ മുമ്പേ കാണിക്കുന്ന ഞങ്ങൾ വീരന്മാരാ, കണ്ടോ എൻ്റെ നേട്ടങ്ങൾ. ഇങ്ങനത്തെ മനസ്സുള്ളവർക്കും അയ്യോ കഷ്ടം. ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ദൈവാത്മാവ് നമ്മൾ ഓരോരുത്തരോടും ആഴമായി സംസാരിക്കുമാറാകട്ടെ. ആറ് കൂട്ടരെയാ ദൈവാത്മാവ് മുമ്പേ വെച്ചിരിക്കുന്നത്? പറയുന്നത് അയ്യോ കഷ്ടം. യഹൂദ ജനം ഇനി അടിമത്വത്തിൽ പോകുന്നതിൻ്റെ പുറയിലുള്ള കാരണങ്ങൾ ഓരോന്നായി ദൈവാത്മാവ് ഇവിടെ നമ്മുടെ മുമ്പേ എഴുതിയിട്ടുണ്ട്. എനിക്കതിൽ ഭാഗമുണ്ടോ? നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് മറച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ വരവടുത്തു. ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാനും വിശുദ്ധൻ ആയിരിക്കേണ്ടതാ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. അയ്യോ കഷ്ടം. വേലിപ്പൊക്കും മതിൽ ഇടിച്ചു കളയും. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സുരക്ഷത്വം ദൈവം എടുത്തു കളഞ്ഞാൽ എൻ്റെ സ്ഥിതി എന്തുവായിരിക്കും? ഈ 6 അയ്യോ കഷ്ടം നമ്മൾ വായിക്കുമ്പോൾ ഓരോന്നായി എത്ര സ്പഷ്ടമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. എന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ഞാൻ ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ? എൻ്റെ ചിന്ത എങ്ങനത്തെയാ? ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും സ്വന്തം മോഹങ്ങളാണോ എൻ്റെ മുമ്പേ വെച്ചിരിക്കുന്നത്? അതിൻ്റെ പുറയിലാണോ ഞാൻ അധ്വാനിക്കുന്നത്? ഞാൻ എന്നെ തന്നെ ജ്ഞാനിയാന്ന് അങ്ങനത്തെ ചിന്തയുണ്ടോ? ഈ പാപത്തിൻ്റെ പുറകെ ഞാൻ അധ്വാനിക്കുന്നുണ്ടോ താൽക്കാലികമായി സുഖത്തിനു വേണ്ടി? ഹല്ലേലൂയ. ഈ വചനം മുഖാന്തരം ദൈവം നമ്മളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ സന്നിധിയിൽ വന്ന് നിന്റെ വചനം ധ്യാനിക്കുവാൻ നീ ഒരു അവസരമൂടെ നമുക്ക് നൽകി തന്നതിനായി സ്തോത്രം. നീ സ്പഷ്ടമായി ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് മറച്ചു വയ്ക്കുവാൻ ഇനിയൊന്നുമില്ല. ഭയത്തോടും വിരലോടും ഞങ്ങളെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്ന ഓരോ കാര്യങ്ങളെ ഞങ്ങളുടെ മുമ്പേ വെളിപ്പെടുത്തി തരുന്നത് ഞങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാ. പിതാവേ, ഭയത്തോടും വിരലോടും നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ സേവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാ മാനമോത്വം നിനക്കായി അർപ്പിക്കുന്നു പിതാവേ. നീ ഞങ്ങൾക്ക് ഒരാഴ്ചയോടെ തരുവാണെങ്കിൽ നിന്റെ ഹിതപ്രകാരം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിൽ ചിലർ രോഗികളുണ്ട്, ചിലർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ഭാരപ്പെടുന്നുണ്ട്. കർത്താവേ, നീ കരുണ ചെയ്യണമേ. നീ അത്ഭുതം പ്രവർത്തിക്കണമേ. നിന്റെ കരം കാണുവാനും നിന്നോട് കൂടുതലായി അടുക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് പൂർണ്ണ സൗഖ്യം നീ കൊടുക്കണമേ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം പ്രാപിച്ച യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം കർത്താവെ ഓരോരുത്തർക്കും നീ കൊടുക്കണമേ. നിന്റെ ഭയത്തിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നിന്റെ കയ്യിലേൽപ്പിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ നിന്റെ കയ്യിലേൽപ്പിക്കുന്നു പിതാവേ. രാജ്യത്തിന് വേണ്ടി കരയുവാൻ, ഞങ്ങളെ അറിയുന്നവർക്ക് വേണ്ടി, ഓരോരുത്തർക്ക് വേണ്ടി കരയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ മനസ്സ് നീ ഞങ്ങൾക്ക് തരണമേ.
നീ ഞങ്ങളെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മായുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളും കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ ഓരോ സ്ഥലങ്ങളിൽ, പാകിസ്ഥാൻ ബോർഡറിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകുവാൻ കർത്താവ് സഹായിച്ചു. നീണ്ട യാത്രകളുണ്ട്. ഇനിയും ഈ ആഴ്ചയിൽ ഹരിയാനയിൽ, ഡൽഹിയും അത് കഴിഞ്ഞിട്ട് നേപ്പാളിൽ പോകാനുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ശരീരത്തിൽ ക്ഷീണങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.